ലോകകപ്പ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ കപ്പടിച്ചിരിക്കുകയാണ്. സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായി മാറിയ ഈ ഒരു അവസരം നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ T20 ലോക കിരീടമായിരുന്നു. അപ്പോൾ ആ കപ്പിൻ്റെ ആവേശമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇക്കുറി നമുക്ക് ചില വിശകലനങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഈ ലോകകപ്പിൻ്റെ ചില വിശകലനങ്ങൾ മല പോലെ വന്ന് ഈ ലോകകപ്പിൽ ദുരന്തമായി മാറിയ ചില താരങ്ങളുണ്ട്. പ്രതീക്ഷകളുടെ അമിതഭാരം താങ്ങാനാവാതെ അമ്പേ ഫ്ലോപ്പായ ചില താരങ്ങളുണ്ട്. നമുക്കവർ ആരൊക്കെയെന്ന് നോക്കാം. ഇക്കുറി ബാറ്റിങ്ങിലോ ബോളിങ്ങിലോ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ ഈ ലോകകപ്പിൽ ആവാതെ പോയ, ഈ തരത്തിൽ ടൂർണമെൻറ്റിൽ പാടെ നിരാശപ്പെടുത്തിയ ഒരു ഫ്ലോപ്പ് 11 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആരൊക്കെ ആ ടീമിലുണ്ടാകും? നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. ഓപ്പണറായി നിശ്ചയമായും ഒരറ്റത്ത് ഇംഗ്ലണ്ടിൻ്റെ ഓപ്പണറും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച T20 താരങ്ങളിൽ ഒരാളുമായ ജോസ് ബട്ട്ലർ നിശ്ചയമായും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മുൻ ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റനും ഒരു കാലത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ എല്ലാമായിരുന്ന ജോസ് ബട്ട്ലർക്ക് തൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മാസം നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും ഈ ലോകകപ്പ് നടന്ന ഈ മാസമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നീക്കം ചെയ്യുക. ക്രിക്കറ്റ് ലോകത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കളിയുടെ ഗതിയെ മാറ്റിമറിക്കാൻ കഴിവുള്ള ചില കളിക്കാരുണ്ട്. അങ്ങനെയുള്ള ജനുസിൽപ്പെട്ട താരമാണ് ജോസ് ബട്ട്ലർ. നമുക്കറിയാം, പൊതുവെ 2015 വരെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരുന്ന ഇംഗ്ലണ്ടിൻ്റെ വൈറ്റ് ബോൾ ക്രിക്കറ്റ് 2015 ശേഷം യുവൻ ബോർഗന്റെ നേതൃത്വത്തിൽ ഒരു അതിവേഗം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മുഖ്യ കാരണക്കാരിൽ ഒരാൾ ഈ മനുഷ്യനാണ്, ജോസ് ബട്ട്ലറാണ്. ബാറ്റിങ്ങിൽ ടോപ്പ് ഓർഡർ മുതൽ ലോവർ ഓർഡർ വരെയും ഏത് സാഹചര്യത്തിലും കൂസലനിയെ ബാറ്റ് വീശാനുള്ള കഴിവുള്ള താരമാണ് ജോസ് ബട്ട്ലർ. അസാമാന്യമായ ഒരു ഹാൻഡ് ഐ കോർഡിനേഷനും സ്ട്രോക്കുകളിലെ മാരക ശക്തിയും വ്യത്യസ്തമാർന്ന ഷോട്ടുകൾ കളിക്കാനുള്ള മികവും അയാളെ ഏതൊരു ബോളറുടെയും പേടി സ്വപ്നം ആക്കിയിരുന്നു കഴിഞ്ഞ വർഷം വരെയും. എന്നാൽ ഈയിടെയായി നമുക്കറിയാം, ആ ബട്ട്ലറിൻ്റെ മേൽ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകകപ്പിൽ ആദ്യ മത്സരം മുതൽ അവസാനം കളിച്ച സെമി ഫൈനലിൽ വരെ അദ്ദേഹം താളം കണ്ടെത്താനാവാതെ വിഷമിക്കുകയായിരുന്നു. 8 ഇന്നിംഗ്സുകളിൽ നിന്നും 10.87 ശരാശരിയിൽ 116 എന്ന സ്ട്രൈക്ക് റേറ്റിൽ വെറും 87 റൺസ് മാത്രമാണ് ജോസ് ബട്ട്ലർക്ക് ഈ ലോകകപ്പിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി ബട്ട്ലറുടെ സഹ ഓപ്പണർ പക്ഷേ ഈ ലോകകപ്പിൽ 4ാമനായിട്ടാണ് ഇറങ്ങിയതെങ്കിലും മുൻകാലങ്ങളിൽ അദ്ദേഹം ഓപ്പണറായി ഇറങ്ങിയിരുന്ന ചരിത്രമുള്ളതിനാൽ നമുക്ക് ഈ ഫ്ലോപ്പ് 11 അദ്ദേഹത്തിനും സ്ഥാനക്കയറ്റം നടത്താം. നൺ അതർ ദാൻ ബാബർ അസം. ഇന്ന് ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ബാബർ അസം. സ്വന്തം രാജ്യക്കാർ പോലും അറഞ്ചും പുറഞ്ചും അയാളെ ആ രാജ്യം കണ്ട ഏറ്റവും മികച്ച താരമായിട്ടും T20യിൽ ഇതിഹാസ സമാനമായ ഒരു കരിയർ അദ്ദേഹത്തിന് ഉണ്ടായിട്ടും ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ട്രോളിക്കൊണ്ടിരുന്നത് നമ്മൾ ഈ ലോകകപ്പിൻ്റെ സമയത്ത് തന്നെ കണ്ടിട്ടുണ്ട്. 4 ഇന്നിംഗ്സിൽ നിന്നും 22.75 ആവറേജിൽ വെറും 91 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് ഈ ലോകകപ്പിൽ നേടാൻ സാധിച്ചത്. അതിനൊപ്പം തന്നെ ശ്രീലങ്കയ്ക്കെതിരായ ഏറ്റവും നിർണായകമായ ഒരു മത്സരത്തിൽ നിന്നും ബാബറിന് ടീമിൽ നിന്നും സ്ഥാനം നഷ്ടപ്പെടുന്നതും നമ്മൾ കണ്ടു. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ 18 പന്തിൽ 15 റൺസ് എടുത്ത് ബാബർ പുറത്തായിരുന്നു. അതിനുശേഷം അമേരിക്കയ്ക്കെതിരെ അദ്ദേഹം മത്സരത്തിൽ 32 പന്തിൽ 46 റൺസ് എടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മെല്ലെപ്പോക്ക് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാനിൽ ക്രിക്കറ്റിലെ മുൻ താരങ്ങൾ തന്നെ ബാബറിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. USA-ക്കെതിരായ മത്സരശേഷം T20 ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ 500-ലധികം റൺസ് നേടിയ താരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് 110 എന്ന സ്ട്രൈക്ക് റേറ്റുള്ള ബാറ്ററായി ബാബർ മാറിയിരുന്നു. അങ്ങനെ ഒരു നാണക്കേടിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് വിരാട് കോഹ്ലിയോട് ഉപമിക്കപ്പെട്ടിരുന്ന താരമാണ് ബാബർ അസം. ഇന്ന് ആധുനിക T20 ലോകകപ്പിൻ്റെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയിലെ ഏറ്റവും ദുർബലമായ കണ്ണിയായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ ഈ ലോകകപ്പിൽ കണ്ടത്. ഒരർത്ഥത്തിൽ ഇത് ശരിയാണ് താനും. നമുക്കറിയാം, ലോഫ്റ്റ് ഡ്രൈവുകൾക്ക് മുതിരാതെ ഗ്രൗണ്ട് ഷോട്ടുകൾ മാത്രം ആശ്രയിക്കുന്നതും സിക്സർ നേടാനുള്ള വിമുഖതയും ബാബറിലെ T20 ബാറ്റ്സ്മാനെയും ബാബറിൻ്റെ കാലത്തിനെയും വിമർശന മുനയിൽ നിർത്തുന്നുണ്ട്. T20യിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരമാണെങ്കിലും നിലവിൽ 200-ന് മുകളിൽ റൺസ് പിറക്കുന്ന ഈ T20 കാലത്ത് ബാബറിൻ്റെ സർവൈവൽ ഒരു ചോദ്യചിഹ്നമാണ്. ബാബർ ലക്ഷ്യം വെക്കുന്ന 160, 170 എന്ന ടീം ടോട്ടലും 120 എന്ന സ്ട്രൈക്ക് റേറ്റും ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാന വിമർശനങ്ങൾ. ഇതിനൊപ്പം ബിഗ് ബാഷ് ലീഗിൽ സ്റ്റീവ് സ്മിത്ത് ബാബറിന് സിംഗിൾ നിഷേധിച്ചതും അദ്ദേഹത്തിന് സിക്സറുകൾ അടിക്കാനുള്ള ശേഷിയില്ലെന്ന് പരിഹസിച്ച് നാണം കെടുത്തിയതുമൊക്കെയും ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ ലിസ്റ്റിൽ 1 ഡൗണായി 3ാം നമ്പറിൽ ഇറങ്ങാനുള്ളതും മറ്റൊരു പാകിസ്ഥാൻ്റെ ഫ്ലോപ്പ് താരമാണ്. പാകിസ്ഥാൻ്റെ ക്യാപ്റ്റനായ സൽമാൻ അലി ആഗയാണ്. ഈ ഫ്ലോപ്പ് 11 നായകനായും അദ്ദേഹത്തെ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു. ആഗയുടെ പ്രകടനത്തിലേക്ക് വന്നാൽ 7 ഇന്നിംഗ്സിൽ നിന്നും ആകെ അദ്ദേഹം നേടിയത് വെറും 60 റൺസ് മാത്രമാണ്. 10 എന്ന ശരാശരിയിൽ 130.43 എന്ന സ്ട്രൈക്ക് റേറ്റിലായിരുന്നത്. നിർണായകമായ 2 സൂപ്പർ 8 മത്സരങ്ങളിൽ 5 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ ലിസ്റ്റിൽ ഈ ഫ്ലോപ്പ് 11 മധ്യനിരയിൽ 3, 4, 5, 6 പൊസിഷനുകളിൽ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ജോഡികളായ കാമറൂൺ ഗ്രീനെയും അതുപോലെ ഗ്ലെൻ മാക്സ്വെലിനെയും ന്യൂസിലാൻഡിൽ നിന്നുള്ള ഡാരിൽ മിച്ചലിനെയും വെസ്റ്റ് ഇൻഡീസിൻ്റെ റുബ്മാൻ പവലിനെയും ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു. ഓസ്ട്രേലിയൻ ടീം ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ പല താരങ്ങളുടെയും ദയനീയ പ്രകടനമാണ്. ഇക്കൂട്ടത്തിൽ ഗ്രീനും മാക്സ്വെലുമുണ്ട്, ട്രാവിസ് ഹെഡ് അടക്കം അതുപോലെ സ്റ്റോയിൻസ് അടക്കം മറ്റു പലരുമുണ്ട്. എങ്കിലും ഈ ലിസ്റ്റിൽ ഇവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്തുന്നതാണ് മികച്ചതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഫ്ലോപ്പ് ലിസ്റ്റായിരുന്നു ഇവരുടേത്. ഒരു ഡെക്ക് ഉൾപ്പെടെ 4 ഇന്നിംഗ്സുകളിൽ നിന്നും കാമറൂൺ ഗ്രീൻ സ്കോർ ചെയ്തത് വെറും 24 റൺസാണ്. നമുക്കറിയാം IPL കോടികളുടെ മൂല്യമുള്ള താരമാണ് കാമറൂൺ ഗ്രീൻ. ആ ഗ്രീനാണ് ഇങ്ങനെ നിരാശയുടെ പടുകുഴിയിലേക്ക് ഈ ലോകകപ്പിൽ എത്തി നിൽക്കുന്നത്. അതിനൊപ്പം ഗ്ലെൻ മാക്സ്വെൽ ആകട്ടെ പ്രതിഭക്കൊത്ത് ഒരു മത്സരം പോലും ഈ ലോകകപ്പിൽ കളിച്ചിട്ടില്ല. ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സും അദ്ദേഹത്തിൻ്റെതായി ഈ ലോകകപ്പിൽ വന്നിട്ടുമില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച T20 താരങ്ങളിൽ ഒരാളാണെന്ന പേരുണ്ടെങ്കിലും പേരിനൊത്ത ഒരു ഇന്നിങ്സും കഴിഞ്ഞ കാലങ്ങളിലൊന്നും അദ്ദേഹം ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹം കളിച്ചിട്ടില്ല. അതിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് ആക്സലറേറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവും നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു ഈ ലോകകപ്പിലെ പ്രകടനം. മാക്സ്വെൽ ഈ ലോകകപ്പിൽ നേടിയത് വെറും 62 റൺസാണ് 3 ഇന്നിങ്സുകളിൽ നിന്നും. 110.71 എന്ന വെറും ഒരു ലോ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കോറിംഗ് പാഠവും ഒക്കെയും ഈ ലോകകപ്പിലുണ്ടായത്. ഇനി അടുത്ത താരം റുബ്മാൻ പവൽ. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു ഫിനിഷർ എന്ന രീതിയിൽ ഇന്നിങ്സിൻ്റെ അവസാന ഘട്ടത്തിൽ വെടിക്കെട്ടുമായി അദ്ദേഹം തിളങ്ങുമെന്ന് കരുതിയിരുന്നവർ ഏറെ പേരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് ഈ ലോകകപ്പിൽ വന്നിട്ടില്ല എന്നതാണ് നമ്മൾ കണ്ടത്. അതിനൊപ്പം അദ്ദേഹത്തിൻ്റെ പവർ ഹിറ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നിങ്സിൻ്റെ അവസാന ഘട്ടത്തിൽ ആഞ്ഞടിക്കാനുള്ള ഡെത്ത് ഓവറുകളിൽ ആഞ്ഞടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അബിലിറ്റിയും നമ്മൾ മുമ്പ് കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ലോകകപ്പിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് പലപ്പോഴും നമ്മൾ വിചാരിച്ച ആ ഒരു പവർ ഹിറ്റർ എന്ന രീതിയിലേക്ക് വന്നിട്ടില്ല എന്നതും ഈ ലോകകപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പവൽ ഈ ലോകകപ്പിൽ നേടിയ റൺസ് നോക്കുമ്പോൾ അദ്ദേഹം 6 ഇന്നിങ്സിൽ നിന്നും 149 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. അതിനുശേഷമുള്ള പൊസിഷൻ ഡാരിൽ മിച്ചൽ. ന്യൂസിലാൻഡിനായി 5 ഇന്നിങ്സുകളിലാണ് ഡാരിൽ മിച്ചലിന് ഈ ലോകകപ്പിൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത്. ഇവയിൽ അദ്ദേഹം നേടിയതാകട്ടെ വെറും 80 റൺസാണ്. ഇതിനു മുമ്പത്തെ നമുക്കറിയാം ഇന്ത്യക്കെതിരായ ഏകദിന സീരീസിലെ വിജയശില്പിയും ഏറ്റവും വലിയ ഫോമിലും ഉണ്ടായിരുന്ന താരമാണ് ഈ ലോകകപ്പിൽ വൻ ഫ്ലോപ്പായി മാറിയത്. ലോകകപ്പിലെ ഫ്ലോപ്പ് 11 അതിനുശേഷമുള്ള പൊസിഷനുകളിലേക്ക് വരുമ്പോൾ ലോവർ ഓർഡറിലേക്ക് വന്നാൽ ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ, അതിനൊപ്പം സൗത്ത് ആഫ്രിക്കയുടെ പേസറായ കാഗിസോ റബാഡ, ന്യൂസിലാൻഡിൻ്റെ പേസറായ ജേക്കബ് ഡഫി, സൗത്ത് ആഫ്രിക്കയുടെ സ്പിന്നറായ കേശവ് മഹാരാജ് എന്നിവരെയും ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു. നമുക്കറിയാം കിവികൾക്കായി 8 മത്സരങ്ങളിൽ നിന്നും സാന്റ്നർ ആകെ വീഴ്ത്തിയത് വെറും 2 വിക്കറ്റുകളാണ് ഈ ലോകകപ്പിൽ. കേശവ് മഹാരാജ് ആകട്ടെ 6 കളികളിൽ നിന്നും 5 വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ഈ ലോകകപ്പിൽ വീഴ്ത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. സ്റ്റാർ പേസറായ കാഗിസോ റബാഡയ്ക്ക് തുടർച്ചയായി 3 കളിയിൽ ഒരു വിക്കറ്റ് പോലും ലഭിക്കാത്തതും നമ്മൾ ഈ ലോകകപ്പിൽ കാണുകയുണ്ടായി. വെറും 5 വിക്കറ്റാണ് അദ്ദേഹത്തിന് ഈ ലോകകപ്പിൽ വീഴ്ത്താനായത്. അദ്ദേഹത്തിൻ്റെ സഹ പേസറായ ലുങ്കി എങ്കിഡി ഈ ലോകകപ്പിൽ മികച്ച ഫോമിൽ കളിച്ചു പോയാണ് ഒരറ്റത്ത് കാഗിസ റബാഡയുടെ മോശം ഫോം സൗത്ത് ആഫ്രിക്കയ്ക്ക് വിനയായത്. അതിനുശേഷം കിവി പേസറായ ഡഫിക്കാവട്ടെ 3 വിക്കറ്റുകൾ മാത്രമാണ് ഈ ലോകകപ്പിൽ വീഴ്ത്താനായിട്ടുള്ളൂ. അദ്ദേഹവും ഇതിന് മുമ്പത്തെ ഇന്ത്യൻ പര്യടനത്തിൽ മികച്ച ഫോമിലായിരുന്നു. ലോകകപ്പിലെ ഫ്ലോപ്പ് 11 ആ താരങ്ങൾ ഏതൊക്കെ എന്ന് നോക്കുമ്പോൾ, ആ ലിസ്റ്റിക്കൽ 11 നോക്കുമ്പോൾ ലോകകപ്പിലെ ഫ്ലോപ്പ് 11 ജോസ് ബട്ട്ലർ, അദ്ദേഹമാണ് ഈ ലോകകപ്പിലെ വിക്കറ്റ് കീപ്പർ. ബാബർ അസം, സൽമാൻ അലി ആഘ ക്യാപ്റ്റനാണ്. കാമറൂൺ ഗ്രീൻ, ഗ്ലെൻ മാക്സ്വെൽ, ഡാരിൽ മിച്ചൽ, റുബ്മാൻ പവൽ, മിച്ചൽ സാന്റ്നർ, കാഗിസോ റബാഡ, ജേക്കബ് ഡഫി, കേശവ് മഹാരാജ്. ഇതാണ് 11. സാധാരണ നമുക്കറിയാം 15-അംഗ ടീമിനെയാണ് ഒരു ലോകകപ്പിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പരമ്പരയിലേക്ക് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവർക്കൊപ്പം 4 പേരെ കൂടി ആഡ് ചെയ്യാമെന്ന് തോന്നുന്നു. പാകിസ്ഥാൻ്റെ ഷൈൻ ഷാ അഫ്രീദി, വെസ്റ്റ് ഇൻഡീസിൻ്റെ ബ്രണ്ടൻ കിങ്, ഇന്ത്യയുടെ റിങ്കു സിംഗ്, അതിനൊപ്പം ഓസീസിൻ്റെ ട്രാവിസ് ഹെഡ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിൽ, ഇതല്ല മറ്റൊരു ലിസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ അവ ഈ വീഡിയോയ്ക്ക് ചുവടെ കമൻറ്റുകളായി രേഖപ്പെടുത്താം. വി ആർ വെയിറ്റിംഗ്.